ഞാൻ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. സോ ഞാൻ ഉം, ഞാൻ അഞ്ജലി. ഞാൻ 2008-12 ബാച്ചാണ് ബാട്ടൺ ഹില്ല്. ആൻഡ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കോളേജിൽ പോയിരുന്നു. ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ കോളേജിൽ പോയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഇവിടെ കുറെ ടാലന്റഡ് സ്റ്റുഡൻസ് ഉണ്ട്, അവരെയൊക്കെ എങ്ങനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാമെന്ന് ആലോചിക്കുക. ആൻഡ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കോളേജിലായിരുന്നപ്പം എനിക്ക് ലൈക്ക് എന്തൊക്കെയാണ് പുറത്തുള്ള കരിയർ അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ലൈക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ഒക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യാന്നൊക്കെ എനിക്ക് വലിയ പിടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷം ഇങ്ങനെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു കരിയർ ആണോ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ കുറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഒരു ലൈക്ക് എന്താ പറയാ, എന്റെ ബാട്ടൺ ഹില്ലിലേക്ക് എന്താ 20-year-old മീക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ഐഡിയ ഇതാണ്, ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു വേർ നിങ്ങൾ പഠിക്കുന്ന പിള്ളേർക്ക് ഞങ്ങൾ സീനിയേഴ്സിന്റെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ പോയിട്ടുള്ള സ്ട്രഗിൾസും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. പിന്നെ ലൈക്ക് നിങ്ങളിതില് ലൈക്ക് അലോൺ അല്ല, ജസ്റ്റ് ലൈക്ക് ഡോണ്ട് ഫീൽ ലൈക്ക് എന്താ എല്ലാം എന്തുകൊണ്ടാ എനിക്ക് പറ്റാത്തെ എന്ന് വിചാരിക്കണ്ട എന്ന് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കും പലപ്പോഴും സ്ട്രഗിൾസ് വരാറുണ്ട്. അപ്പോൾ എല്ലാം എനിക്കിങ്ങനെ ഐ വിഷ് ഐ ന്യൂ മോർ പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ഇറ്റ്, സോ ദാറ്റ് ഒന്ന് സംസാരിക്കാനും ഒന്ന് തുറന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ഐഡിയാസ് കിട്ടാനും അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് കിട്ടാനും വേണ്ടിയുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ GCB കണക്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഇപ്പൊ ഇത് 3-ാമത്തെ സെഷനാണ്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചു, ചേച്ചി എങ്ങനെയാ ഇംഗ്ലീഷ് ഒക്കെ ഇത്ര അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്, എങ്ങനെ ഇത്രയും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന്. അങ്ങനെ കറക്റ്റ് ഒരു 4 വർഷം മുന്നേ എന്നോട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ച ആളാണ്. 4 അല്ല, അത് കൂടുതലായി കാണും. വർഷം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വർഷം ബെസ്റ്റ് ആയിരിക്കും ഈ ജേർണി ഷെയർ ചെയ്യാൻ, ലൈക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ബെറ്റർ ആയി, എങ്ങനെ കോൺഫിഡൻസ് നേടി എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് അല്ല കേട്ടോ. ഈ ചെയ്യുന്നതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ ഈ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര നെർവസ്നെസ് ആണ്. ഇതൊക്കെ ഒന്നും നാച്ചുറൽ അല്ല. നാച്ചുറൽ എന്ന് വെച്ചാൽ പേടിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഒരു കുറച്ചൊക്കെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അപ്പം എനിവേ വർഷം നല്ല അടിപൊളി കാൻഡിഡേറ്റ് ആയിരിക്കും. വർഷയും ഞാനും ഞങ്ങളുടെ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എന്നാണ് എൻ്റെ ഐഡിയ. വർഷയെ കുറിച്ച് കുറച്ച് പറയുവാണെങ്കിൽ, വർഷ സെയിം 12 ബാച്ച് തന്നെയാണ് പാസ് ഔട്ട് ആയത്. വർഷ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഞാനും വർഷയും റൂംമേറ്റ്സ് ആയിരുന്നു ഒരു വർഷത്തേക്ക്. പക്ഷെ റൂംമേറ്റ്സ് ആണെന്ന് പറഞ്ഞാലും ഞങ്ങള് ഒത്തിരി ഫണ്ണൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വർഷ എപ്പോഴും പഠിക്കുമായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് വർഷ. പിന്നെ പ്ലേസ്മെന്റ് ഇൻഫോസിസിൽ ആയി. ഇൻഫോസിസിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടി. അവിടെ വർക്ക് ചെയ്തു കുറെ നാള്. പിന്നെ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നപ്പം സബാറ്റിക്കൽ എടുത്ത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നു. മാസ്റ്റേഴ്സ് UK-യിലാണ് ചെയ്തത്. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് UK-യിൽ തന്നെ ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ സെറ്റായി. ഇപ്പൊ JP Morganൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. സോ ഇതാണ് വർഷ. അപ്പൊ വർഷ, വെൽക്കം. താങ്ക് യു. Thank you so much. I'm very excited to be here. എനിക്ക് അറിയാത്തൊരു സംഭവം, ഞാനും അഞ്ജലിയും മാത്രമാണ് ഈ വീഡിയോ ഓൺ ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണോ ഈ സെറ്റപ്പ് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആരുടെ മുഖം കാണുന്നില്ല. കുറച്ചും കൂടി നമ്മളൊരു Q&A എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ അപ്പുറത്തെ ഒരാളെ കാണുമ്പോഴാണല്ലോ അതൊരു ക്വസ്റ്റ്യൻ ആൻസറിങ് ആവുന്നത്. ആർക്കെങ്കിലും ഓൺ ചെയ്യാൻ പറ്റുമോ? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൺ ചെയ്യൂ. ഞങ്ങൾക്ക് ഞാൻ അഞ്ജലിയോട് സംസാരിക്കണവരാണ്. അഞ്ജലിക്ക് എന്റെ ഒരുവിധം ലൈഫ് സ്റ്റോറിയും അറിയാവുന്ന ഒരാളാണ്. എനിക്ക് അഞ്ജലിയുടെയും അറിയാവുന്നതാണ്. എനിക്കറിയില്ല, ചിലപ്പോ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. ഓൺ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓൺ ചെയ്യൂ. പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. എപ്പോ വേണമെങ്കിലും
ഇന്ററപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഗൂഗിൾ മീറ്റിൽ മറ്റേ ഹാൻഡ് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ചെയ്തോ നമ്മൾ പോസ് ചെയ്ത് ചെയ്യാം. കാരണം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. എൻ്റെ പേഴ്സണലി ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഒരു പബ്ലിക് സ്പീക്കർ അല്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് 1 hour സംസാരിക്കുന്നു, പിന്നെ അത് നിങ്ങൾ കേൾക്കുന്നു. ചിലപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് റേസ് ചെയ്താൽ മതി, എന്നിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ മേ ബി ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാ അഞ്ജലി? ഓക്കെ, വർഷയ്ക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ അടുത്ത് ഈ GCB കണക്റ്റിനെ പറ്റി അഞ്ജലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കോളേജ് ബാച്ചിന്റെ. അപ്പൊ അതൊരു നല്ലൊരു ഐഡിയ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഞ്ജലി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, എൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഞാൻ ഗോ ത്രൂ ചെയ്ത സ്ട്രഗിൾസും ഞാൻ അതിൽ നിന്ന് പഠിച്ച ലെസൺസും അതെല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുമോ, അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടേക്ക് അവേ കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കൊരു ബ്രദർ ഉണ്ട്. അപ്പൊ അവൻ ഇപ്പൊ 25 year old ആണ്. അപ്പൊ അവൻ ഇതുപോലെ കുറെ കൺസേൺസ് ഉണ്ട്. അവന്റെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൻ അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ആയിരുന്നു. അപ്പൊ അന്ന് അവൻ പഠിക്കുന്ന സമയത്ത് അവന്റെ മുഴുവൻ കൺസേണും അവന്റെ മുടി കൊഴിയുന്നതിലായിരുന്നു. ഹെയർ ലോസ് ആയിരുന്നു അവന്റെ കൺസേൺ. അപ്പൊ ഇവൻ എന്ത് കൺസേൺ ഉണ്ടെങ്കിലും ഇവൻ വരുന്ന ഒരു ആള് ഞാനാണ്, ഇവന്റെ ഗോ ടു പേഴ്സൺ ആണ് ഞാൻ. പിന്നെ ഇപ്പൊ അവന്റെ കൺസേൺ ഫുള്ളി കരിയർ, ചേച്ചി ഒന്നും ശരിയാവുന്നില്ല, ലൈഫ് മൊത്തം എന്താണ് സെറ്റല്ല. അവന് 25 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ഇവൻ ഈ അനുഭവിക്കുന്ന ഈ സ്ട്രഗിൾ എല്ലാം എനിക്ക് അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു അതേ ഏജിലുള്ള ഒരാളാകുമ്പോ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അവനോട് ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ എനിക്ക് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ജേർണി പറയുവാണെങ്കിൽ ഞാൻ ജനിച്ചത് തൃശ്ശൂര്. ഞാൻ ജനിച്ചതും വളർന്നതും തൃശ്ശൂരാണ്. എൻ്റെ സ്കൂളിങ് പക്ഷെ കൊച്ചിയിലായിരുന്നു. ഞാനൊരു വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു ഞാൻ. എനിക്ക് +1ഉം +2 കഴിഞ്ഞിട്ട് എനിക്ക് കോളേജ് ബട്ടൺ ഹില്ലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അത് എൻ്റെ ഒരു വലിയൊരു സ്കില്ലാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എനിക്ക് ഭയങ്കര റെസിലിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും എന്താ പറയാ ഇങ്ങനെ തോറ്റു പിന്മാറുന്ന ഒരാളല്ല. ഇപ്പൊ എന്താണെങ്കിലും അതിപ്പോ ഒരു വർക്കാണെന്ന് മാത്രമല്ല, ഏതൊരു ഇതിലാണെങ്കിലും ഞാൻ എൻ്റെ അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട്. കാരണം വേണമെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ ഈ മൊമെന്റിൽ ഞാൻ പറയാം, എൻ്റെ ഫാമിലിയിൽ ഇത്രയും ജനറേഷൻസിൽ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ളതും ഏറ്റവും അധികം ഏൺ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെമ്പർ ഞാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അത് മാത്രമല്ല ഞാനൊരു വില്ലേജിലാണ്. അപ്പോൾ അവിടെ ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ വന്നിറങ്ങി, ഞാൻ ഇവരുടെ കൂടെ ഞാൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുമായിരുന്നു നന്നായിട്ട്. ഞാൻ വളരെ ബുക്കിഷ് ആയിട്ടുള്ള ഒരാളാണ്. ഫുൾ ടൈം ഞാൻ പഠിത്തമായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ സമയത്ത് ബാച്ചിൽ. മറ്റ് കമ്പയർ ടു അതർ ബ്രാഞ്ചസ് ഞങ്ങൾ വളരെ ആക്റ്റീവായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ വളരെയധികം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ അന്ന് ഈ ആക്നേന്റെ ഒക്കെ പരിപാടിയൊക്കെ വരുന്ന സമയത്തും ഐ തിങ്ക് അഞ്ജലി നമ്മളാന്ന് തോന്നുന്നു ഈ IT ഫെസ്റ്റ് എല്ലാം ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഒക്കെ നമ്മുടെ ബാച്ചായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അഞ്ജലി അന്ന് ഗൾഫിലൊക്കെ പഠിച്ചു വന്ന ഒരാളാണ്. അതെനിക്ക് അറിയില്ല എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ കുറെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ആ സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ കാഷ്വൽ ആയിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും അവർക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വരുമായിരുന്നു വായിൽ. എനിക്ക് പക്ഷെ അങ്ങനെ വരില്ലായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. നമ്മള് ഇപ്പോൾ 10th എക്സാം എടുക്കുവാണ് അല്ലെങ്കിൽ +2 എക്സാം എടുക്കുവാണെങ്കിൽ ഇംഗ്ലീഷിനൊക്കെ A ഉണ്ടായിരിക്കും, A+ ഉണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാള് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഗ്രാമറിന്റെ ഇത് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. ഞാൻ ആകെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവം ഈ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരെല്ലാം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കോളേജിലെ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ എന്ത് സ്മാർട്ടാണ്, അങ്ങനെ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇതന്നെ ആ സമയത്ത് തന്നെ ഇത് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യണ സമയത്താണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. ഇങ്ങനെ ഒരു സംഭവം
ഞാൻ ലാക്ക് ചെയ്യുന്നുണ്ടോ, ലാക്ക് എന്നല്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ വർക്ക് ചെയ്യണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്നത് പേഴ്സണലി ഇമ്പാക്ട് ചെയ്യണ സമയത്താണ്. ഇപ്പൊ ഞാൻ എന്റെ വില്ലേജിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് എല്ലാവരുടെ അടുത്തും ഗുഡ് മോർണിംഗ്, ഹൗ യു ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ്, അമ്മൂമ്മേ ഹൗ യു ഡൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഈ പെണ്ണിന്റെ തലയ്ക്ക് വല്ല ലൂസ് ആയോ എന്നങ്ങനെ വിചാരിക്കുന്നത്. കാരണം അത്രയും വളരെ എന്താ പറയുക, ഒരു സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ്. എന്നെ ഇത് ഹിറ്റ് ചെയ്തത് നമ്മുടെ, എനിക്കറിയില്ല, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇത് 3rd ഇയറിലാണോ 4th ഇയറിലാണോ എന്ന് അറിയില്ല, നമ്മുടെ ക്യാമ്പസിൽ ആദ്യമായിട്ട് പ്ലേസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം വന്ന കമ്പനി മ്യൂസിക്മേ ആയിരുന്നു അന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ റെക്കോർഡ്സ് എല്ലാം ക്ലിയർ ആണ്. ഞാനൊരു 8 പോയിന്റർ ആയിരുന്നു, എല്ലാ സിമിലും ഞാൻ 8 പോയിന്റർ ആയിരുന്നു. എനിക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടായിരുന്നു. എന്നോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാനുള്ള കഴിവുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ക്യാമ്പസ് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡും ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കമ്പനി വരുന്ന സമയത്ത് അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അന്ന് ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല എവിടെയാണത് ഹോസ്റ്റ് ചെയ്തതെന്ന്, എനിക്ക് ഓർമ്മയില്ല. വേറെ ഒരു ക്യാമ്പസിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് അധികം ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുന്ന് അധികം സപ്ലൈ ഒന്നും ഇല്ലാത്ത കുറെ കുട്ടികളെ അന്ന് ടീച്ചേഴ്സ് എല്ലാം കൂടി ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് അതിന്റെ ആദ്യത്തെ റൗണ്ട് എല്ലാം ഞാൻ ക്ലിയർ ആയി. ആദ്യത്തെ റൗണ്ടിൽ ഈ റിട്ടേൺ ടെസ്റ്റും പിന്നെ മാത്സും അങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവും അതെല്ലാം ക്ലിയർ ആയി. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു എനിക്കിത് കിട്ടുമെന്ന്. കാരണം ഞാൻ വളരെ സ്റ്റുഡിയസ് ആണ്, എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വളരെ കോൺഫിഡന്റോട് കൂടിയാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് വന്നത് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കേട്ടതോടുകൂടി എനിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവമേ, ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചാൽ മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. പിന്നെ ഞാൻ പൊതുവേ ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈ ഹാർട്ട് ഞാൻ പഠിക്കും. എൻ്റെ ഒരു സമ്മറിയും കുറെ ക്വസ്റ്റ്യൻസ് തലയിൽ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ ഞാനതിനെ എഴുതിയിട്ട് അത് ഞാൻ തലയിൽ ഫീഡ് ചെയ്തിട്ട് ഞാൻ പോയിട്ടാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു കോളേജിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ബൈ ഹാർട്ട് എന്റെ തലയിൽ വെച്ചിട്ടാണ് ഞാൻ പോയി സംസാരിക്കുക. പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം സെനാരിയോ മാറി. കാരണം ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ സ്പോണ്ടേനിയസ് ആണ്. അപ്പുറത്ത് ഇരിക്കുന്ന ഒരാള് പറയുന്നതിനെ നമ്മൾ സപ്പോർട്ടോ എഗെയിൻസ്റ്റോ ചെയ്ത് നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഈവൻ നമുക്ക് അറിയാമെങ്കിൽ പോലും എനിക്ക് ഇംഗ്ലീഷിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആ റൗണ്ട് ഫെയിലായി. അപ്പൊ എനിക്കത് കിട്ടിയില്ല, മ്യൂസിക് കിട്ടിയില്ല. അന്ന് 7-8 ആൾക്കാർക്കാണ് നമ്മുടെ കോളേജിൽ നിന്ന് മ്യൂസിക് മേല് പ്ലേസ്മെന്റ് ആയത്. ആൻഡ് ഐ എം വെരി പ്രൗഡ്. അഞ്ജലി, മൈ ഫ്രണ്ട്, ഷീ വാസ് വൺ ഓഫ് ദ പേഴ്സൺ ഹു ഗോട്ട് പ്ലേസ്ഡ്. അതെന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല എനിക്ക് അന്ന് അത് കിട്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന്റെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് എനിക്കത് കിട്ടാനെന്ന് എനിക്കത് വളരെയധികം നന്നായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഹിറ്റ് ചെയ്യാൻ വേറെയും ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് ജോലി വേണം എന്നുള്ളത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആ സമയത്ത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് എൻ്റെ വളരെയധികം പ്രൈമറി ഫോക്കസ് എനിക്ക് ജോലി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്കപ്പോൾ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്തരം കടമ്പകളെല്ലാം കടന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുള്ളൂ. ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്ത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് മാത്രമല്ലല്ലോ വേണ്ടേ എന്നുള്ളത് ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സമയത്ത് പ്ലേസ്മെന്റിന് വന്നത് ഇൻഫോസിസും ആക്സെഞ്ചറും വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പസിൽ. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒരു ഭാഗ്യത്തിന് ആ പ്ലേസ്മെന്റ് ലീഡ് ചെയ്തത് നമ്മുടെ തന്നെ സീനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ആയിരുന്നു അത്. നമ്മുടെ സീനിയേഴ്സ് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈവൻ ദോ നമുക്ക് അവരെ പേഴ്സണലി അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ കുറച്ചും കൂടി ഒരു കൈൻഡ് ആയിരിക്കും. ആ ഇന്റർവ്യൂ സാധാരണ ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ പോലെ അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. അപ്പോൾ അവര് നമ്മുടെ മാർക്ക് ഷീറ്റ് നോക്കുന്നു, അവർ അത്യാവശ്യത്തിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നമ്മൾക്ക് പറയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ കമ്മ്യൂണിക്കേഷനും അങ്ങനത്തെ കാര്യത്തിന് അധികം അവർ കുറച്ചും കൂടി നമ്മളോട് ഒരു മയത്തോടു കൂടി ആയിരിക്കും പെരുമാറുന്നത്. അങ്ങനെ എനിക്ക് 2 സ്ഥലത്ത് പ്ലേസ്മെന്റ് ആയി. ഇൻഫോസിസിലും ആക്സെഞ്ചറിലും എനിക്ക് പ്ലേസ്മെന്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ ഇത് അധികം ഇത് തന്നെ അഫക്ട് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആക്സെഞ്ചർ ചൂസ് ചെയ്തില്ല, ഞാൻ ഇൻഫോസിസ് ആണ് ചൂസ് ചെയ്തത്. ഞാൻ ബാംഗ്ലൂരായിരുന്നു എനിക്ക് പോസ്റ്റിങ്. അവിടെയും ഞാൻ ഇതുപോലെ ഞാൻ ഹാർഡ് വർക്ക് വിട്ട ഒരു കളിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ
ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അറ്റ് സം പോയിന്റിൽ അത് നമുക്ക് ഓൾവേസ് നമുക്ക് അതൊരു റിട്ടേൺ തരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്റെ ലൈഫ് തന്നെ അതിനൊരു എക്സാമ്പിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ ചെന്ന് നമ്മളൊരു ഗ്രാഡ് ജോയിനർ ഒക്കെ ആവുന്ന സമയത്ത് സാധാരണ നമ്മുടെ ടീം നമ്മൾ അതിൽ നിന്ന് അധികം എക്സ്പെക്ട് ചെയ്യാറില്ല. അവരുടെ എക്സ്പെക്ടേഷൻസ് അറിയാലോ, നമ്മൾ പുതുതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് വലിയതായിട്ട് എനിക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഞാൻ ടേക്ക് അവേ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ആപ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഒരു കാര്യം എനിക്ക് കിട്ടിയത്, എൻ്റെ റൂംമേറ്റ് ഒഡീസിയൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒന്നില്ല ഞാൻ ഹിന്ദി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കണം. ഞാൻ മലയാളം പറഞ്ഞാൽ അവൾക്ക് ഒട്ടും മനസ്സിലാവില്ല. അങ്ങനെ വന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതാണ്, ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ടത്, നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്ത് നമുക്കൊരു നാച്ചുറൽ ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ എപ്പോഴും ഒരു മലയാളിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എവിടെ പോയാലും, നമ്മൾ US പോയാലും UK പോയാലും ഈവൻ നമ്മൾ ബാംഗ്ലൂർ പോയാലും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു മലയാളി സർക്കിൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ. കാരണം നമ്മൾ പറയുന്ന ജോക്സ് അവർക്ക് മനസ്സിലാകും, നമ്മൾക്ക് കുറെ കൂടി നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്ത് പോകുന്നില്ല. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് ഇപ്പോ ഞാൻ എപ്പോഴും എൻ്റെ അനിയനോട് ഞാൻ പറയുന്നതാണ്, അവനും ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തത്. ഞാൻ എപ്പോഴും അവനോട് പറയും, നമ്മൾ സംസാരിക്കാണ്ട് നമുക്ക് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇമ്പ്രൂവ് ആവില്ല. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടത്തരം ഇരിക്കും, നമ്മൾ ചില പറയുന്ന കാര്യങ്ങൾ. പിന്നെ വേറെയും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഇംഗ്ലീഷിലുള്ള ചില സിലബിൾസ് നമ്മുടെ നാട്ടില് നമ്മുടെ മലയാളത്തിലില്ല സിലബിൾസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻസിന് കുറച്ചും കൂടി നന്നായിട്ട് അത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, QU വെച്ച് വരുന്ന വാക്കുകൾ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി ഡിഫറെന്റാ. അതുപോലെ തന്നെ നമ്മൾ ഈ പൂച്ച പറയില്ലേ, ക്യാറ്റ് എന്ന് പറയില്ലേ, ക്യാ എന്ന് പറയുന്ന സാധനല്ലേ, അതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പറയുന്ന രീതി കറക്റ്റ് അല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറയാനുള്ള സിലബിൾസ് നമ്മുടെ മലയാളം ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ടാ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഗൾഫിലാണ് പഠിച്ചത്. എൻ്റെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു വേർഡ് ഉണ്ടായിരുന്നു, പോലീസ്. അപ്പൊ ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പൊ ഞാൻ സംബഡി വാസ് ടേക്കൺ അവേ ബൈ ദ പോലീസ്. അപ്പം പുള്ളിക്കാരി എന്നെ കളിയാക്കി, കാരണം പോലീസ് എന്നല്ല, പോലീസ് എന്നാണ്. ഇപ്പോഴെനിക്ക് അറിയില്ല, ഞാൻ കോൺഷ്യസ് ആയി. പക്ഷെ പോലീസ് എന്നുള്ളത് ലൈക്ക് നമ്മള് മലയാളീകരിച്ചിട്ട് ഉണ്ടായ വാക്കാണ്. അപ്പൊ ഇങ്ങനെ ഈ ഓ സൗണ്ട് പോലീസ് ആണ് പറയേണ്ടത്, അതും നമ്മുടെ മലയാളത്തിലില്ല. അത് അഡ്ജസ്റ്റ് ആവാനും കേൾക്കാനും ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആണ്. ലൈക്ക് ആദ്യം നമുക്കൊക്കെ അതിലെന്താ വ്യത്യാസം എന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ഓക്കെ ഒരു ചെറിയൊരു സട്ടിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ സോ അപ്പൊ നമ്മൾ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. അപ്പൊ ബാംഗ്ലൂർക്ക് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ ഭാഗ്യത്തിനാണോ നിർഭാഗ്യത്തിനാണോ എന്നറിയില്ല, എനിക്കിങ്ങനെ മലയാളി സർക്കിൾസ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ട്സ് പലരും പല സ്ഥലങ്ങളിലായിരുന്നു പ്ലേസ്ഡ് ആയിരുന്നത്. എനിക്ക് കിട്ടിയ റൂംമേറ്റ്സ് ആണെങ്കിൽ ഈ ഒഡീസിയെന്നായിരുന്നു. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എനിക്ക് ഡേ ടു ഡേ വൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാരണം ഞാൻ റൂം ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഹിന്ദിയാണ് ഞാൻ അന്ന് ഉപയോഗിച്ചത്, ഇംഗ്ലീഷ് അല്ല ഞാൻ ഉപയോഗിച്ചത്, ഹിന്ദി ആയിരുന്നു. അപ്പൊ അന്ന് ഹിന്ദി ആണെങ്കിലും എന്റെ സെക്കൻഡ് ലാംഗ്വേജ് +2 ഹിന്ദി ആയിരുന്നു. എനിക്ക് A+ ഉണ്ടായിരുന്നു, ഹിന്ദിയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സംസാരിക്കുന്ന സമയം വരുന്ന സമയത്ത് ഈ A+ ഒട്ടും. അപ്പൊ ഞാൻ അവളുടെ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ നമ്മളെ കളിയാക്കില്ല. ഞാൻ അവളോട് പ്രത്യേകം പറയും കൂടി ചെയ്തിരുന്നു, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ നീ എന്നെ തിരുത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അന്ന് അവളുടെ കൂടെ 2 വർഷം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവൾ എന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അതിനെ കളിയാക്കുകയോ അതിനെ മോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, ഈ സംഭവങ്ങൾ നമ്മൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മുടെ മദർ ടങ് അല്ലാത്തൊരു സാധനം വന്ന സമയത്ത് സംസാരിച്ച് തന്നെ നമ്മളത് പഠിക്കണം എന്നുള്ളത്. ആ 2 ഇയർ ഞാൻ അവളുടെ കൂടെ റൂം ഷെയർ ചെയ്ത് വെച്ചിട്ട് എന്റെ ഹിന്ദി ഒരുപാട് ഇമ്പ്രൂവ് ആയിരുന്നു. വളരെയധികം ഇമ്പ്രൂവ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ബെറ്റർ ആയിരുന്നു. ഞാനിപ്പോ എന്നെ ഒരു ആള് കൊണ്ടുപോയി ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടാ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? യെസ്, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനിൽ അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്
ഒരു ടാസ്ക് പോലെ ഞങ്ങൾ ഡെയിലി ഇരുന്ന് ഹിന്ദി സംസാരിക്കുന്നതല്ല. ഞങ്ങൾ ഒരു ഫ്ലോയിൽ ഞങ്ങളുടെ ലൈഫ് പോകുന്ന കൂട്ടത്തിൽ ഞാൻ പഠിച്ചെടുത്ത ഒരു സ്കില്ലാണത്. അപ്പോൾ ബാംഗ്ലൂര് ഞാൻ 2 വർഷം ഉണ്ടായതിൽ ടെക്കിനേക്കാളും കൂടുതൽ എന്നെ ഇമ്പാക്ട് ചെയ്തത് ഈ ഹിന്ദി പഠിച്ചെടുക്കുന്നതാണ്. പിന്നെ അടുത്തൊരു സ്റ്റേജ് വന്നപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ അന്ന് അന്ന് ഞങ്ങളുടെ അവിടുത്തെ നമ്മുടെ നാട്ടിലൊരു ഇതുണ്ടല്ലോ, കൂടുതൽ ആൾക്കാർ PSC പഠിക്കുന്നു, ഗവൺമെന്റ് ജോലിക്ക് കുറച്ചും കൂടി വാല്യൂസ് ഉള്ള അങ്ങനെ പറയുന്ന ഒരു സറൗണ്ടിങ്സിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് അതുള്ളത് കൊണ്ട് ഞാൻ ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ എക്സാം എഴുതിയിട്ട് അവരുടെ IT ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു മുംബൈയിൽ. അപ്പൊ എനിക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടി. ഞാൻ അവരുടെ ഡിജിറ്റൽ ബാങ്കിങ് സെക്ഷനിലാണ് പോയത്. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് സെക്ഷനിൽ പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 60 പേരുള്ള ഒരു റൂമിൽ ഞാൻ മാത്രമായിരുന്നു ഒരു ഫീമെയിലും, ഞാൻ മാത്രമായിരുന്നു കേരളത്തിൽ നിന്നുള്ളത്. അപ്പൊ ആദ്യം ഈ നമ്മൾ മുംബൈയിലെല്ലാം പോയി വർക്ക് ചെയ്യണ സമയത്ത് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, കൂടുതൽ ആൾക്കാരുടെയും ഒരു ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അവർ കൂടുതൽ കംഫർട്ടബിൾ ഹിന്ദിയാണ്. കൂടുതൽ നോർത്തിൽ നിന്ന് ആൾക്കാർ വരും. പിന്നെ മുംബൈയിലുള്ള ആൾക്കാർക്ക് മറാഠി കൂടാണ്ട് ഈ ഹിന്ദിയും അവർ നന്നായിട്ട് സംസാരിക്കും. അപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എയ്തർ എനിക്ക് സ്റ്റിക്ക് ടു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദി ആയിരുന്നു എൻ്റെ മീഡിയം. അന്ന് ഞാൻ ചൂസ് ചെയ്തത് ഹിന്ദിയാണ്. കാരണം നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ എളുപ്പമാണ് ആൾക്കാരുടെ അടുത്ത്. കാരണം മജോറിറ്റി ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന ഹിന്ദി ആയതുകൊണ്ട് ഇന്ററാക്ഷൻ എളുപ്പമായിരുന്നു. പിന്നെ നമുക്ക് ഞാൻ ഈ ഡെബിറ്റ് കാർഡ് സെക്ഷനിലായിരുന്നു. ATM മെഷീൻ, ഡെബിറ്റ് കാർഡിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് കോൾസ് ഈ ബ്രാഞ്ചസിൽ നിന്ന് വരും. അപ്പൊ ഈ ബ്രാഞ്ചിലുള്ള ആൾക്കാർ കുറെ കൂടി ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ഹിന്ദി ആയിരുന്നത് കൊണ്ട് നമുക്ക് അവരെ ഡീൽ ചെയ്യാനും എളുപ്പമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പൊ എനിക്ക് 35 ഇയർ ആയി, എനിക്കിപ്പോ ഒരു ടൈം ലൂപ്പ് ഒക്കെ ഉണ്ടായി, ഞാൻ തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഐ ഓൾവേസ് ചൂസ് ഇംഗ്ലീഷ്. കാരണം ഞാൻ ആ ഒരു സമയം ഞാൻ കുറച്ചും കൂടി വൈസായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് കുറെ കൂടി ബെറ്റർ ആവുമായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവിടെയുള്ള ആർക്കും മലയാളം അറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവരെൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ പറയേണ്ടി വരും. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ അഡാപ്റ്റായി. എൻ്റെ അഡാപ്റ്റീവ്നെസ്, എനിക്ക് ഭയങ്കര അഡാപ്റ്റീവ് സ്കില്ലായതുകൊണ്ട് ഞാൻ ഹിന്ദി സംസാരിക്കുകയും ചെയ്തു അവരുടെ അടുത്ത്. ഞാൻ ഹിന്ദി സംസാരിച്ചു. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം എനിക്ക് അവിടെ നിന്ന് തന്നെ നോർത്തിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പൊ എൻ്റെ ഹിന്ദി വളരെ വളരെയധികം ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ ഒരു കാര്യം നോട്ട് ചെയ്തത്, നമുക്ക് ചില കസ്റ്റമർ കംപ്ലൈൻസ് വരുന്ന സമയത്ത് ബ്രാഞ്ചിൽ നിന്ന് വരുമ്പോൾ കേരളത്തിലെ SBI ബ്രാഞ്ചിൽ നിന്ന് ചില ആൾക്കാർ വിളിക്കാറുണ്ട്, ഇങ്ങനെ അവരുടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ നടന്നു, അല്ലെങ്കിൽ ATM മെഷീൻസ് ഡൗൺ ആണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കും. അപ്പോൾ ഇവര് വിളിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ പേര് ജോഷി എന്നാ. അപ്പൊ ഈ ജോഷി എന്ന് പറയുന്നത് ഈ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏരിയയിലുള്ള ഒരു സർനെയിമാണ് ജോഷി എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ പേരാണത്. അപ്പൊ ഈ ആൾക്കാർക്ക് അറിയില്ല, ഈ വിളിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അവര് സംസാരിക്കുന്നത് തന്നെ ജോഷി മാഡം എന്നും വിളിച്ചിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവർ ഇംഗ്ലീഷിൽ അങ്ങോട്ട് സംസാരിക്കും ആദ്യമേ തന്നെ. ചിലവർ ഹിന്ദിയിൽ സംസാരിക്കും, ചിലവർ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കോൾസ് വരുമ്പോൾ അവരെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. വളരെ ഞാൻ പറയുന്നത് വളരെ പ്രൊനൗൺസിയേഷനോ അല്ലെങ്കിൽ സ്ലാങ്ങോ അതൊന്നും അല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. അവരുടെ കോൺഫിഡൻസ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എത്ര പ്രായമുള്ള ഒരു ബ്രാഞ്ച് മാനേജർ വിളിച്ചാലും അവരുടെ ഇംഗ്ലീഷിൽ അവർ സംസാരിക്കുമ്പോൾ ആ കോൺഫിഡൻസും പിന്നെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കോൾ എന്നൊക്കെ പറഞ്ഞ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ള ഒരു കോൾസ് ഒക്കെ ആയിരിക്കും. അവർ പറയുന്ന ആ ഒരു സംഭവം അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, അതാണല്ലോ കമ്മ്യൂണിക്കേഷന്റെ ഇത്. ഞാൻ പറയുന്ന കാര്യം അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. ലാംഗ്വേജ് അല്ല മാറ്റർ. ഏത് ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞാലും സെൻഡർ ചെയ്യുന്ന കാര്യം റിസീവറിന് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, വിത്തൗട്ട് ലോസിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സ് വിളിക്കുന്ന സമയത്ത് ഒട്ടും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാറില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ തന്നെ സംസാരിച്ച ആൾക്കാർക്കും ഒട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവാറില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും വളരെ ക്യൂരിയസ് ആവാറുണ്ട്, അത് എന്തുകൊണ്ടാണ്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് ബ്രാഞ്ച് കോഡും സ്ഥലവും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ അവരോട് പറയും. പിന്നെ ഞാൻ അവരോട് മലയാളത്തിൽ സംസാരിക്കും, കാരണം എനിക്ക് ഈ ഇഷ്യൂസ് ഒക്കെ അറിയണമല്ലോ. അപ്പൊ അവരും കംഫർട്ടബിൾ അതില. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും വേറെ എന്റെ ടീമിൽ തന്നെ വേറൊരാൾക്കാണ് ഇതുപോലെ കോൾസ് വരണമെന്നുണ്ടെങ്കിൽ അവര് കേരളത്തിൽ നിന്നാണ് മനസ്സിലാവുമ്പോൾ തന്നെ അവർ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് പറയും, മാഡത്തിന്റെ പ്ലേസിൽ നിന്നാണ് സംസാരിക്കുമെന്നും പറഞ്ഞ് അവരെനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്താ കേരളത്തിലെ ആൾക്കാരും നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ആൾക്കാരും തമ്മിൽ എന്താ വ്യത്യാസം ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ കേരളത്തിൽ നമുക്കങ്ങനെ
ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അധികം ഇല്ല. നമ്മൾ കൂടുതലും നമ്മുടെ കംഫർട്ടബിൾ സോണിൽ ഇരുന്നിട്ട് മലയാളം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാ. പിന്നെ വേറെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നമ്മുടെ സൊസൈറ്റിയും നമ്മളെ കുറച്ച് ഇമ്പാക്ട് ചെയ്യും കേട്ടോ. കാരണം എനിക്ക് പല സ്ഥലത്തുനിന്നും ആൾക്കാർ എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത്, മുംബൈയിലായിരുന്നപ്പോഴും ബാംഗ്ലൂരായിരുന്നപ്പോഴും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കളിയാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ചിലവർ പറയും, ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ പറയും, കേരളത്തിൽ നിന്നാണല്ലേ, സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറയും. പിന്നെ എനിക്ക് ഈ ഭയങ്കരമായിട്ട് ഈ സ്ലാങ് വരും. കാരണം ഞാൻ ഈ തൃശ്ശൂര് സൈഡിലായതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷിൽ ആ സ്ലാങ് എപ്പോഴും വരും. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരാൾ കളിയാക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് കേട്ടോ, ഇപ്പോഴല്ല, ആ സമയത്ത് ഞാൻ വളരെയധികം ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അവരെന്നെ പറ്റി ഇത് വിചാരിക്കോ, ഞാനിങ്ങനെ സംസാരിച്ച എന്തൊരു നാണക്കേടാണ്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വിചാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് കളിയാക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ആവുമായിരുന്നു. പിന്നെ ഞാൻ സംസാരിക്കില്ല ഇംഗ്ലീഷ്. പിന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും ഞാൻ സംസാരിക്കുന്ന സമയത്ത്. അത് പക്ഷേ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ UK ആയതുകൊണ്ട്, ഞാൻ 5 years ആയിട്ട് UK ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ നാട്ടില് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, നമുക്കിങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കുറവാ. നമ്മൾ ആൾക്കാരെ അപ്രിഷിയേറ്റ് ചെയ്യൽ കുറവാ. പിന്നെ നമ്മളിപ്പോ നന്നായിട്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് സംസാരിക്കുകയാണ്, ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ മാറി എന്ന് പറയും, ഓ എന്തൊരു ഷോ ഓഫാണ് അവൻ, എന്തൊരു ഷോ ഓഫാണ് അവൾ എന്നൊക്കെ ആയിരിക്കും നമ്മള് മനസ്സിലോട്ട് ആദ്യം അതായിരിക്കും വരുന്നത്. നമ്മൾ പക്ഷെ അപ്രീഷിയേറ്റ് അല്ല ചെയ്യുന്നത്. അവർ അത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്നു, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എത്തി മുംബൈയിൽ. അപ്പൊ മുംബൈയിലായിരുന്ന സമയത്ത് എന്റെ ഹിന്ദി നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഇംഗ്ലീഷ് അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. അത്യാവശ്യത്തിന് എനിക്ക് അറിയാം സംസാരിക്കാൻ. ഞാൻ ഒട്ടും പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഭയങ്കര ഷൈ ആയിട്ട് മാറിയിരിക്കാറില്ല. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അത് എല്ലാവരോടും പറയൂ കേട്ടോ. ഞാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും ഞാൻ അവിടെ കയറി സംസാരിക്കും, ഞാൻ പറയും. പിന്നെ എനിക്കിങ്ങനെ ആ സമയത്ത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ ഭയങ്കര സൗണ്ടാണ്. എൻ്റെ അടുത്ത് ഒരാൾ ടെക്നിക്കലായിട്ടൊരു സാധനം കൊണ്ടുവന്ന് തന്നാൽ എനിക്കത് അപ്പം സോൾവ് ചെയ്യാൻ പറ്റും. മറ്റു ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ വളരെ സ്മാർട്ടായിട്ട് ഞാനത് സോൾവ് ചെയ്യും. ആകെ ഈ ലാംഗ്വേജ് മാത്രമാണ് ഒരു ബാരിയർ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഒരു 8 yearsോളം ഞാൻ SBI ആയിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ എൻ്റെ ജോലി മടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നി എൻ്റെ കരിയറിൽ എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്തത്. എനിക്ക് ഡേറ്റാ സയൻസ്, ആ സമയത്ത് ഈ ChatGPT ഒന്നും ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ഈ ML മോഡൽസും LLM മോഡൽസും എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് മാത്സും സ്റ്റാറ്റ്സും ഒക്കെ കുറച്ചും കൂടി നോളജ് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡേറ്റാ സയൻസ് എടുത്തിട്ട് UK പോകുന്നത്. പക്ഷെ അവിടെ എനിക്കൊരു ബാരിയർ ആയിട്ട് വന്നത്, നമുക്ക് UK അങ്ങനെ പോകാൻ പറ്റില്ല. നമുക്ക് ഈ ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഇംഗ്ലീഷിലൊരു മിനിമം 6 ആ സമയത്ത് 6.5 6 എന്തോ ആയിരുന്നു പോയിന്റർ. അത് നമ്മൾ ക്രാക്ക് ചെയ്യണം. അപ്പൊ അതിന് പല റൗണ്ടുകളുണ്ട്. റിട്ടേൺ, പിന്നെ സ്പീക്കിംഗ്, ലിസണിങ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ലിസണിങ്, സ്പീക്കിംഗ്, 4 റൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ എക്സാം 4 റൗണ്ടും പാസ്സായാൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ സമയത്ത് ഒരു കോവിഡ് ഉള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഓൺലൈനായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ ജോയിൻ ചെയ്തു ഈ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയ മെന്റർ എന്ന് പറയുന്നത് ഒരു ഡൽഹിയിലുള്ള ഒരു റിട്ടയർഡ് പ്രൊഫസർ ആയിരുന്നു. ഷി വാസ് സച്ച് എ നൈസ് ലേഡി. ആള് എനിക്ക് വീക്കെൻഡിലായിരുന്നു, എല്ലാ വീക്കെൻഡിലും ഒരു 1 hour ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരിയോട് കുറെ സംസാരിക്കും. കാരണം നമുക്കൊരു സ്പീക്കിംഗ് സെഷൻ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ സംസാരിക്കണം. നമ്മൾ ഈ വിസയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞ് ഈ എക്സാം ഒക്കെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സംസാരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് എന്റെ പ്രശ്നം, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ ഷി വാസ് എ ഗുഡ് മെന്റർ ഓൾസോ. അപ്പൊ ആ പുള്ളിക്കാരി നമ്മളടുത്ത് പറഞ്ഞു തരും, ഇത് ഇങ്ങനെയാണ്, വർഷയ്ക്ക് ഇവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്, വർഷ ഈ പാട്ട് ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടല്ലോ, നമ്മൾ എന്തെല്ലാം അച്ചീവ് ചെയ്താലും. ആ സമയത്ത് ഞാൻ SBI മാനേജർ ആയിരുന്നു.
എത്ര ഇത് അച്ചീവ് ചെയ്താലും നമുക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ. എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ തട്ടിയും മുട്ടിയുമാണ് അന്ന് ആ എക്സാം പാസ്സായത്. ആ എക്സാം പാസ്സായത് ജസ്റ്റ് എനിക്ക് ആ വിസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബെയർ മിനിമം മാർക്കായിരുന്നു എനിക്കതിനുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വിസ എടുത്തു, ഞാൻ ഇവിടെ വന്നു UK-ൽ. ക്ലാസ് എല്ലാം നല്ലതായിരുന്നു, അതിലൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ജോലിക്ക് കയറണം, ജോലി അന്വേഷിക്കണം. അപ്പോൾ ഞാൻ ലീവ് എടുത്ത് വന്നതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ ഇല്ല. കാരണം ഞാൻ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു പോയാൽ SBIയിൽ എനിക്ക് പണ്ടത്തെ പോസ്റ്റിലോട്ട് എനിക്ക് പിന്നെയും തിരിച്ചു പോകാം. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് അതല്ല വേണ്ടത്, ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ജോലി കിട്ടിയാലോ, അങ്ങനെ വിചാരിച്ചിട്ട് എനിക്കിവിടെ ജോലി അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ ജോലി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ലൈഫിലെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലായിരുന്നു ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഞാൻ 20s, നിങ്ങളുടെ ഏജും അല്ല, ഞാൻ ആ സമയത്ത് 30 ആണ്, 29, 30 ആണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. ദൈവമേ, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. എന്തിനാന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എൻ്റെ സ്കില്ലിൽ കോൺഫിഡൻസ് ഇല്ല, എൻ്റെ ടെക്നിക്കൽ സ്കില്ലിൽ ഞാൻ ഇത്രയും വർഷം ഇരുന്ന് ഞാൻ വർക്ക് ചെയ്ത ഇതിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എൻ്റെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ അപ്പോൾ വിചാരിച്ചു, ഓക്കെ, ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് SBIയിൽ കണ്ടിന്യൂ ചെയ്യാം. അവിടെ എനിക്ക് എപ്പോഴും നല്ലൊരു പൊസിഷൻ ഉണ്ടായിരുന്നു, നല്ല സാലറി ആയിരുന്നു, എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പി ആയിരുന്നു അവിടെ. ആ സമയത്താണ് ഞാൻ അഞ്ജലിനെ വിളിക്കുന്നത്. കാരണം അഞ്ജലി അന്ന് അയർലൻഡിലായിരുന്നു. അപ്പം ഞാൻ അഞ്ജലിനെ വിളിച്ചു. ഞാൻ അവളോട് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഞ്ജലി, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. അപ്പം അഞ്ജലി എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കോൺഫിഡൻസ് കുറവ്, നിനക്ക് എന്ത് നല്ല സ്കില്ലുള്ളതാന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ ആസ് എ ഫ്രണ്ട് എന്നെ അവൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുമെന്ന്, ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന. അപ്പം അവൻ US-ൽ NVDA-ലാണ്. അപ്പം ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. അവൻ എൻ്റെ CV എല്ലാം റിവ്യൂ ഒക്കെ ചെയ്തു. അവൻ എന്നോട് ഇതന്നെ പറഞ്ഞു, വർഷയ്ക്ക് ഇത്രയും CV എല്ലാം എത്ര നല്ലതാ, പിന്നെ എന്തിനാ വർഷയ്ക്ക് കോൺഫിഡൻസ് കുറവ്, നീ ധൈര്യമായിട്ട് ഇതെല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ കുറേ ജോലി അപ്ലൈ ചെയ്തു ഇവിടെ. എല്ലാ ജോലിയും എൻ്റെ CV കണ്ടിട്ട് എന്നെ എല്ലാ കമ്പനിയും വിളിക്കുമായിരുന്നു ഇന്റർവ്യൂവിന്. അതാണ് ഏറ്റവും അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. എന്നെ ഒരു 40ഓളം കമ്പനീസ് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ CV എപ്പോഴും പാസ് ത്രൂ ചെയ്യുമായിരുന്നു ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ. വലിയ കമ്പനി, നെറ്റ്ഫ്ലിക്സ്, സാംസങ്, ആമസോൺ, മെറ്റ, എല്ലാവരും എന്നെ വിളിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇന്റർവ്യൂ ഒരിക്കലും ക്രാക്ക് ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പോകുമായിരുന്നു, ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് റൗണ്ടിൽ പോകുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എപ്പോഴും എന്നത് എഫക്ട് ചെയ്യുമ്പോഴാണ് ഞാനതിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നം. കാരണം പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഞാൻ അറ്റ് ദ എൻഡിൽ ഞാൻ അവരോടൊരു ടാഞ്ചിബിൾ ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കുമായിരുന്നു. അതായത് എന്നെ എടുത്താലും എടുത്തില്ലെങ്കിലും എനിക്കൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഇന്റർവ്യൂവിന് അത് കുറച്ചും കൂടി എനിക്കത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അന്ന് ഞാനൊരു ഈ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫോറിനർ ആയിരുന്നു ആ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നത്. ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, C++ അറിയോന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ C++ അറിയോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം ആൾ ചോദിച്ചത് മനസ്സിലായില്ല. കാരണം വളരെയധികം ഫോറിൻ ഇതുണ്ടായിരുന്നു, ആക്സെന്റ് ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. ഞാനപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ പറഞ്ഞു, എനിക്കപ്പോൾ മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, C++ അറിയാം. അതിനുശേഷം പിന്നെ എൻ്റെ മനസ്സിൽ ആ ഇന്റർവ്യൂ ഇങ്ങനെ ഓൺഗോ നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഈ പുള്ളിക്കാരന് മനസ്സിലായി കാണുമോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജസ് C++ഉം പൈത്തണും അറിയാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പൊ കിട്ടാണ്ടായപ്പോഴേക്കും എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു, കാരണം ഒരു നല്ല കമ്പനിയാണ്, അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടാനാ. പക്ഷേ നമ്മൾ ഈ ടാഞ്ചിബിൾ ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് എല്ലാ കമ്പനീസും നമുക്ക് ആ ഫീഡ്ബാക്ക് തരില്ല, അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂവേഴ്സും നമുക്ക് ആ ഫീഡ്ബാക്ക് തരില്ല. ചില ആൾക്കാരാണ് അതിന് എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് ആ ഫീഡ്ബാക്ക് തരുന്നത്. ഇപ്പൊ ഞാൻ കുറെ ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഒരാളിപ്പോ വരുന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, എനിക്ക് ടാഞ്ചിബിൾ ഫീഡ്ബാക്ക് തരുന്ന വെച്ചാൽ ഞാൻ എൻ്റെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ അവർക്ക്
ഫീഡ്ബാക്ക് കൊടുക്കാൻ ഞാൻ എൻഷുർ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരൻ എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഫീഡ്ബാക്ക് തന്നതിൽ ആൾ എഴുതിയത് ഇതാണ്: we are expecting someone who has C++ skill language അങ്ങനെ പ്രൊവിഷ്യൻസി എന്നും പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ അപ്പൊ ഞാൻ ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞതെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞതിലുള്ള തെറ്റാണോ അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവാനതാണോ, എന്തായാലും അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് കൺവേ ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് അയാൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അത് മിസ്സായി പോയതായിരിക്കും പുള്ളിക്കാരൻ. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആയി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ഞാൻ അതിൽ നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് എനിക്ക് JP മോർഗനിൽ ജോലി കിട്ടി. JP മോർഗനിൽ ജോലി കിട്ടി. ഞാൻ അവിടെ പോയി. ഞാൻ എൻ്റെ വർക്ക് സ്റ്റൈൽ സെയിം ആണ്. ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്. പുതിയ സ്കില്ല് ഞാൻ പഠിക്കുന്നു, ടെക്നിക്കൽ. പക്ഷേ അവിടെ ഞാൻ ഫേസ് ചെയ്തത് കുറേ ഫോറിനേഴ്സിനെയാണ്. എൻ്റെ ടീമിലെ ഒരൊറ്റ ഇന്ത്യൻ ആയിരുന്നു ഞാൻ. അപ്പോൾ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കിതെൻ്റെ മനസ്സിലുണ്ട്, ഇനി ഇവർക്ക് ഞാൻ പറയണം മനസ്സിലാവോ, ഇനി എൻ്റെ കോൺഫിഡൻസ് വളരെ ലോ ആട്ടോ. അപ്പൊ എനിക്ക് വർക്ക് കൊളീഗ്സ് ഉണ്ട്. അപ്പൊ അവര് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സും ആയത് അവര് തന്നെ. അപ്പൊ എനിക്ക് കുറച്ച് സ്കോട്ടിഷ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയും, എന്നെ കറക്റ്റ് ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയൂ കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, അത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തതാണ്. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വർഷം എന്തിനാ ഇങ്ങനെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നേ? വർഷം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. വർഷം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇത്രയും നാളുകളായിട്ട് സംസാരിക്കുന്നത്? വർഷയ്ക്ക് ആകെ ലാക്ക് ചെയ്യുന്നത് ലാംഗ്വേജ് അല്ല, വർഷയ്ക്ക് ലാക്ക് ചെയ്യുന്നത് കോൺഫിഡൻസ് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് ഒരാൾ മാത്രമല്ല, 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം അവരുടെ അടുത്ത് നോട്ട് ചെയ്തത്, നമ്മളിപ്പോ പറയുവാണ്, ഇപ്പൊ എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പൊതുവേ നമ്മൾ ഈ കേരളത്തിലെ ആൾക്കാർക്ക് നമ്മൾ പണ്ട് മുതലേ തമിഴ് സിനിമ ഒരുപാട് കാണും. അപ്പോൾ എനിക്ക് തമിഴ് നന്നായിട്ട് സംസാരിക്കാനും കേട്ടാലും ഒക്കെ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ ഒരാളുടെ അടുത്ത് പറയുവാണ്, ഞാൻ ഒരാളുടെ അടുത്ത് പറയുവാണോ എനിക്ക് തമിഴ് അറിയാം എന്ന് പറഞ്ഞാൽ അതിനവര് ഒരു സാധാരണ അതിനിപ്പോ എന്താ അങ്ങനത്തെ ഒരു ഇതിലെടുക്കാം. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എനിക്ക് എത്ര ലാംഗ്വേജ് അറിയാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ലാംഗ്വേജ് ഒക്കെ പറയുമ്പോൾ എന്താ റീജിയണൽ ലാംഗ്വേജസ് അധികം പറയില്ല. നമ്മൾ പറയുമ്പോൾ എന്താ ഇംഗ്ലീഷ് അറിയാമോ, സ്പാനിഷ് അറിയാമോ, ഫ്രഞ്ച് അറിയാമോ, അങ്ങനെയാ നമ്മൾ പറയാം. നമ്മൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിന് അധികം പറയില്ല. അതായത് കന്നഡ അറിയാം, തമിഴ് അറിയാം, അങ്ങനെ പറയില്ല. പക്ഷേ ഞാനപ്പോ ആളോട് ചോദിച്ചു റീജിയണൽ ലാംഗ്വേജസ് ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞു എത്ര ലാംഗ്വേജ് അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം എൻ്റെ മദർ ടങ് ആണ്, എനിക്ക് തമിഴ് അറിയാം, ഹിന്ദി അറിയാം എനിക്ക് സംസാരിക്കാൻ, ഇംഗ്ലീഷും എനിക്കറിയാം സംസാരിക്കാൻ, പിന്നെ എനിക്ക് കന്നഡ, ഞാൻ ബാംഗ്ലൂർ ഇപ്പൊ നമ്മളൊരു 2 വർഷമൊക്കെ ബാംഗ്ലൂരിൽ നിന്ന സുഖമായിട്ട് നമുക്ക് കന്നഡ ഗൊത്തില്ല എന്നെങ്കിലും പറയാൻ പറ്റും, കന്നഡ നമുക്ക് മനസ്സിലാവും അങ്ങനെ. അപ്പോ പിന്നെ ഞാൻ കുറച്ച് എനിക്ക് ഒഡീസ ഫ്രണ്ട്സ്, ഒഡീസ എന്ന് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അവള് പറയണ ഒഡിയെ മനസ്സിലാവുമായിരുന്നു. അപ്പൊ ഞാനിത് ഇവളുടെ അടുത്ത് ഞാൻ ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് 4 ലാംഗ്വേജസ് ഒക്കെ അറിയാമെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ. അപ്പോ ഞാൻ കേട്ട റെസ്പോൺസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഗോട്ട് റിയലി ഷോക്ക്ഡ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഓ മൈ ഗോഡ്, അവരെങ്ങനെയാ അതിനെ കാണുന്നതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് അല്ലാണ്ട് വേറൊരു ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ലാണ്. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ പറയില്ലേ ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ നമ്മളിപ്പോ നാട്ടിൽ പറയുവാണോ ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്കേറ്റിംഗ് പഠിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നീ അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കില്ലേ. നേരെ മറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ എനിക്ക് തമിഴ് അറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കൈൻഡ് ഓഫ് ലെവൽ ഓഫ് അപ്രിസിയേഷൻ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഗിറ്റാർ പഠിക്കാൻ പോകുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് മലയാളം വളരെ ടഫ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് മറ്റ് ലാംഗ്വേജുകൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും.
അതുകൊണ്ടാണ് നമ്മൾ തമിഴ് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് തമിഴ് മനസ്സിലാവുന്ന പോലെ തമിഴിയൻസിന് മലയാളം മനസ്സിലാവില്ല. അതെനിക്ക് അറിയില്ല നിങ്ങൾ എത്രത്തോളം അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ഞാൻ മുംബൈയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പല സ്ഥലത്തുനിന്ന്, ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാനുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തമിഴായിട്ടുള്ള ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തമിഴിലായിരിക്കും സംസാരിക്കുക. പക്ഷെ അവർക്ക് ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവാറില്ല. അപ്പോൾ നമുക്ക് അത്രയും കഴിവുണ്ട്. നമ്മൾ മലയാളം നമ്മുടെ മദർ ടങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബാക്കി ലാംഗ്വേജസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെ. ഈ ഈ രണ്ട് ആൾക്കാർ, രണ്ട് സൊസൈറ്റിയും അപ്രിസിയേഷൻ ചെയ്യുന്നതിന്റെ ഒരു ഡിഫറൻസ് ആട്ടോ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഫോറിനർ എൻ്റെ അടുത്ത് പറഞ്ഞത്, അയാൾ എന്നെ നോക്കി കാണുന്നത് ഞാൻ വളരെ സ്കില്ലായിട്ടുള്ള ഒരാള്, എനിക്ക് 3 റീജിയണൽ ലാംഗ്വേജ് അറിയാമെന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇന്ന് വരെ എൻ്റെ അടുത്ത്, ഞാനിപ്പോ 5 years ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, അബ്രോഡ് ഉണ്ട്, ഒരാൾ പോലും, ഒരു ഫോറിനർ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് വർഷയുടെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല അല്ലെങ്കിൽ വർഷയുടെ സ്ലാങ് ശരിയല്ല അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നെ മാക്സിമം അവർ മോട്ടിവേറ്റ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ടീഷനിങ്ങും നമ്മുടെ സൊസൈറ്റിയും എന്നെ കുറച്ച് ഇതില് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാട്ടിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചില ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ സൊസൈറ്റി മാറി, ബാക്ക്ഗ്രൗണ്ട് മാറി, ഇവിടെ ഞാൻ കുറെ കൂടി കോൺഫിഡന്റ് ആണ്. അതിനെ ഞാൻ ശരിക്കും എങ്ങനെ നോക്കിക്കാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിനെ 2 പാർട്ടായിട്ടാണ് കാണുന്നത്. ബിഫോർ 30, ആഫ്റ്റർ 30 എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. ഞാൻ എൻ്റെ ലാംഗ്വേജിനെ പറ്റി ഞാനിപ്പോ വറി ചെയ്യുന്നില്ല എന്ന് കരുതി ഞാൻ വളരെയധികം ഒരു ഫോറിനർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു എന്നല്ല ഞാൻ പറയണേ. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്തെ റിസീവറിൻ്റെ അത് കിട്ടുന്നുണ്ടോ. സ്റ്റിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്തെല്ലാം ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടൈമും കഴിയാറായി. അപ്പൊ എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ചെയ്തത്, ഞാൻ ഈ 1-on-1 ഒരു വീക്കെൻഡിൽ ഞാനൊരു കോഴ്സ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് എനിക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും എൻ്റെ ഗുഡാണ്. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണം എന്നുണ്ട്. അതായത് ഈ എവിടെയാണ് മോഡുലേഷൻ കൊടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ മലയാളം സംസാരിക്കുമ്പോഴും കുറച്ച് സ്പീഡിലാണ് സംസാരിക്കാം. നമ്മളിങ്ങനെ ഇത്രയും സ്പീഡിൽ നമ്മൾ സംസാരിച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ കുറച്ച് സ്ലോ ചെയ്ത് നമ്മൾ മോഡുലേഷൻ അപ്ലൈ ചെയ്ത്, പിന്നെ നമുക്ക് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഫില്ലേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല, എല്ലാവരും സംസാരിക്കുമ്പോഴല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ആഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അതെല്ലാം എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോ എൻ്റെ കരിയറിൽ ഒരു ലീഡർഷിപ്പ് റോളാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ലീഡർഷിപ്പ് റോളിലോട്ട് പോകുന്ന സമയത്ത് ടെക്നിക്കൽ 20% ആണ്. നമ്മൾ എത്ര ടെക്നിക്കൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 80% എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ എംപത്തറ്റിക് നേച്ചർ, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്മുടെ ടീമിനെ അപ്സ്കിൽ ചെയ്യാൻ കഴിവുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കരിയർ പാത്ത് ഇപ്പം അതായതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ വീക്കെൻഡിലും ഞാനൊരു 1-on-1 ഒരു ഇതെടുക്കുന്നുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിത് എൻ്റെ അനിയനോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സംസാരിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഇംഗ്ലീഷ്. നമ്മൾ എല്ലാം അറിയാമെന്നും പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. ആദ്യം നാണം കെടുമായിരിക്കും, ആദ്യം നമ്മൾ പറയുന്ന മണ്ടത്തരമായിരിക്കും, പൊട്ടത്തരമായിരിക്കും. അതൊന്നും നോക്കണ്ട, ഇത് നമ്മൾ പഠിച്ചു തന്നെ പറ്റും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത്, നീ ഒരു കോഴ്സ് ജോയിൻ ചെയ്യ്, എന്നിട്ട് അതിൽ ഈ സംസാരിക്കുന്ന സ്പീക്കിംഗ് ഉള്ള കോഴ്സ് ജോയിൻ ചെയ്യ്. അപ്പോൾ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് എന്താന്ന്. അതൊരെണ്ണം. പിന്നെ അടുത്തത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വളരെയധികം മൂവീസും സീരീസും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം ഞാൻ മലയാളം ഒക്കെ കണ്ടോണ്ടിരുന്ന വെച്ചാൽ, പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിതൊന്ന് സ്വിച്ച് ചെയ്തു. ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ സീരീസും മൂവീസും കാണാൻ തുടങ്ങി. അപ്പൊ ആദ്യം കാണുമ്പോൾ ഞാൻ ഈ സബ് ടൈറ്റിൽ ഓൺ ചെയ്യുമായിരുന്നു. എന്നിട്ട് സബ് ടൈറ്റിൽ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇവരെന്താ പറയണേന്നുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ ഞാനൊരു മൂവി കണ്ടത് വിത്തൗട്ട് സബ് ടൈറ്റിലാണ്. അത് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന നമുക്കൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ പറ്റാറില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഞാനൊരു ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും വായിക്കാം കേട്ടോ. ഈ ബുക്ക് നല്ലതാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ 1 at a ടൈമാണ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് 10 കിലോ കുറയ്ക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് ജിമ്മിൽ പോയാൽ ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റില്ല.
ഞാൻ പറയുവാണ്, ഞാൻ 2 മാസത്തിനുള്ളിൽ ഞാൻ 1 കിലോ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണെങ്കിലാണ് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവി കാണുന്നത് കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഞാൻ സബ് ടൈറ്റിൽ വെച്ച് മൂവി കണ്ട ഞാൻ ഇപ്പൊ എനിക്ക് സബ് ടൈറ്റിൽ ഇല്ലാണ്ട് കാണാം. ഇപ്പൊ എനിക്ക് ഏത് ഫോറിനർ സംസാരിച്ചാലും എനിക്കത് മനസ്സിലാവും. പിന്നെ വേറെ ഒരെണ്ണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിപ്പോ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി എനിക്കൊരു അഡ്വാൻസ് ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് ഇരുന്ന് കാണാറുണ്ട്. കുറച്ച് നല്ല പോഡ്കാസ്റ്റ് എനിക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അത് ഇരുന്ന് ഞാൻ കുറച്ച് കാണാറുണ്ട്. അപ്പൊ അത് കാണുന്നതുകൊണ്ട് ഈ ലാംഗ്വേജ് മാത്രമല്ല നമുക്ക് ഇമ്പ്രൂവ് ആവുന്നത്, നമുക്ക് ഹൗ ടു ഗെറ്റ് വിസിബിലിറ്റി ഇൻ ദ ഓഫീസ്, പിന്നെ നമ്മളെങ്ങനെ റീഡ് ദ റൂം എന്നൊക്കെ പറയും. നമ്മള് വായി തോന്നുന്നെല്ലാം അല്ല വിളിച്ച് പറയേണ്ടത്, നമ്മള് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു സ്കില്ലാണ്. അതും ഒക്കെ ഒരു സ്കില്ലാ. അപ്പൊ ഞാൻ പോഡ്കാസ്റ്റ് കുറെ കാണാറുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സും വായിക്കാം. കാരണം ഈ നല്ല വൊക്കാബുലറി ഇമ്പ്രൂവ് ആവണമെങ്കിൽ ബുക്സ് വായിക്കാം. പക്ഷെ അതൊക്കെ നിങ്ങളിപ്പോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയില്ല, നമുക്ക് വൊക്കാബുലറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നതാണല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് എഫക്റ്റീവ് ആവുന്നത്. പിന്നെ ഇത് വൈൻഡ് അപ്പ് ചെയ്യണേക്കാൾ മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ ഇത് നമ്മുടെ മാത്രം പ്രശ്നം എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഇന്റേണിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവന്റെ പേര് റയാൻ എന്നാണ്. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് UK ആണ്. മദർ ടങ് ഇംഗ്ലീഷ് ആണ്. നല്ലൊരു കുട്ടിയാണ്. അവനൊരു 3rd ഇയർ ആണ്, ബിടെക് 3rd ഇയർ ആയിരുന്നു. അപ്പൊ ഇവൻ വന്നു, 2 മാസത്തേക്കാണ് ഇവൻ വന്നത്. അപ്പൊ ഞാനാണ് അവന് മെന്റർ ചെയ്തോണ്ടിരുന്നത് വെച്ചേ. ഞാൻ ഇവന് ഒരു ML മോഡലാണ്, നമ്മള് ഫോർകാസ്റ്റിംഗ് മോഡലാണ് ഉണ്ടാക്കിയത്. ആള് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്റേണൊക്കെ വരുന്ന സമയത്ത് അധികം എക്സ്പെക്ടേഷൻസ് ഇല്ല നമുക്ക്. അത്യാവശ്യം നമ്മൾ നോക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇവന് ജോബ് ഓഫർ ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ 4th ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവന് JP വന്ന് ജോയിൻ ചെയ്യാം. പക്ഷെ ഇവൻ പോണേക്കാളും മുമ്പ് ഞാൻ വിചാരിച്ചു, ഇവൻ ഈ ഇത്രയും മോഡലൊക്കെ ഉണ്ടാക്കിയല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി കൊടുത്താലോ, ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നീ എന്തായാലും ജോലിയെല്ലാം കിട്ടി, നീ ഇപ്പൊ കൂളാണ്, ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ പോവാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് പ്രസന്റ് ചെയ്യണോന്ന് ചോദിച്ചു. ഈ സംഭവം നീ ചെയ്ത സംഭവം പ്രസന്റ് ചെയ്യണോന്ന് വെച്ചപ്പോ ഇവൻ എന്നോട് പറഞ്ഞു, അത് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാ ഞങ്ങൾക്ക് ഇവിടെ MDന്റെ ഒരു ടൗൺ ഹാൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാ വലിയ ടോപ്പ് മാനേജ്മെന്റിലെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നീ എന്നാ ഈ ടൗൺ ഹാളിൽ പ്രസന്റ് ചെയ്യ, ഞാൻ നിനക്ക് 15 മിനിറ്റ്സ് സ്ലോട്ട് അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ഭയങ്കര ടെൻഷനായി. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് UK ആട്ടോ, മദർ ടങ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായി പുള്ളിക്ക്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇവന്റെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ആ ഒരു ടൗൺ ഹാളിൽ ഇവൻ പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇവന് ചെറിയൊരു ഡെമോ പോലെ ഞാൻ ഇവനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഞങ്ങളുടെ തന്നെ ടീമിൽ ഇവനെ കൊണ്ട് ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യിപ്പിച്ചു. ഇവൻ 2 months ഇരുന്ന് പുള്ളിക്കാരൻ ബിൽഡ് ചെയ്ത സാധനമാണ്. അപ്പൊ ഇവൻ വന്നു, പവർ പോയിന്റ് ഒക്കെ ആയിട്ട് വന്നു, ഇവൻ പ്രസന്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും, ബാക്കിയുള്ള ടീം മെമ്പേഴ്സും എല്ലാവരും നമ്മുടെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്തു. നമ്മൾ അവനോട് പറഞ്ഞു, ഇവിടെയൊക്കെ നീ കറക്റ്റ് ചെയ്യണം, ഇത്രയും എലാബറേറ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു ഇവനെ വിട്ടു കേട്ടോ. പിന്നെ ഇവൻ പോയി. സാറ്റർഡേ സൺഡേ കഴിഞ്ഞു, മൺഡേ ആണ് ഈ പ്രസന്റേഷൻ. അപ്പൊ മൺഡേ ഇവൻ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്നത്. അപ്പൊ ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, പ്രിപ്പയർ ആയോന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആയി. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് 5 പ്രാവശ്യം ഇത് പ്രസന്റ് ചെയ്തു. ഞാൻ എന്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ പോയി. ഞാൻ അവരുടെ മുമ്പിലും ഇത് വീട്ടിൽ ഇവര് ഡെമോ ഇട്ടു, TV ഈ പവർ പോയിന്റ് ഇട്ടിട്ട് ഇവൻ പ്രസന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഭയങ്കര പ്രിപ്പയർഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഈ പ്രസന്റേഷൻ തുടങ്ങി, എല്ലാവരുടെയും ടോക്ക് കഴിഞ്ഞു, ഇവന്റെ സ്ലോട്ട് എത്തി. ഇവൻ ലിറ്ററലി ഇവൻ എന്റെ അടുത്തിരിക്കണേ. ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഇവൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇവൻ ഒരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തു. അത് ഇവൻ പ്രിപ്പയർ ചെയ്ത് വന്നേക്ക ഇവൻ വീക്കെൻഡില്. എന്നിട്ട് ഇവൻ ഇത് ആ സ്ക്രീനിൽ വെച്ചിട്ട് ഇവൻ ഈ സംസാരിക്കുന്നത് ഇത് നോക്കിയിട്ടാ സംസാരിക്കുന്നത്. അതായത് ആ 15 മിനിറ്റ് ഇവൻ എന്താണോ പ്രസന്റ് ചെയ്തത്, അവൻ ഈ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത സാധനം ഇവൻ വായിക്കുകയും ചെയ്ത്, ഇങ്ങനെ വായിച്ച്. പക്ഷെ ഇവൻ ഒരു സ്കിൽ എന്താന്ന് വെച്ചാൽ ഇവൻ മേക്ക് ഷുവർ ചെയ്തു, ജസ്റ്റ് റീഡിങ് പോലല്ല, ഇവൻ നിർത്തേണ്ട അടുത്ത് നിർത്തി, മോഡുലേറ്റ് ചെയ്യേണ്ട അടുത്ത് മോഡുലേറ്റ് ചെയ്തു, ഇതെല്ലാം വായിച്ചു. അപ്പൊ ഇവൻ അത് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ, അവന്റെ മദർ ടങ് ആണത്. മദർ ടങ് ആയിട്ട് പോലും അവൻ അതൊരു 15 മിനിറ്റ് അവൻ ചെയ്ത കാര്യം അവനത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്ന് ഞാൻ മനസ്സിലാക്കിയത് ലാംഗ്വേജ് ആയിരുന്നില്ല അവിടെ പ്രശ്നം.
അവിടെ പ്രശ്നം എന്തായിരുന്നു? കോൺഫിഡൻസ് ആയിരുന്നു. അവന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഹി വാസ് ലൈക്ക് 20-year-old. അവന് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത്, നമ്മള് മദർ ടങ്ക് അതുപോലെ അല്ലാണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിക്കണം, എന്താ വിചാരിക്കേണ്ടേ, എന്റെ മദർ ടങ്ക് പോലും അല്ല, എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, എനിക്ക് എഴുതാനറിയാം, ഗ്രാമർ അറിയാം, വായിക്കാൻ അറിയാം, ജസ്റ്റ് എനിക്കൊരു സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതും കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു കടമയും കൂടി നമുക്ക് ചാടിക്കടക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു ബാലികേല കേറാമലയാണെന്നോ അങ്ങനൊന്നും വിചാരിക്കരുത്. ഇത് നമ്മുടെ മാത്രം, മലയാളികളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇംഗ്ലീഷുകാരുടെയും പ്രശ്നമാണ്. ഇംഗ്ലീഷുകാരുടെ പ്രശ്നമാണ്, യൂറോപ്യൻസിന്റെയും പ്രശ്നമാണ്. കാരണം യൂറോപ്പിലെ ആൾക്കാര് അവരുടെ മദർ ടങ്ക് അല്ല ഇംഗ്ലീഷ്. എന്റെ ടീംമേറ്റ് ഷീസ് ഫ്രം അൽബേനിയ. അവളുടെ മദർ ടങ്ക് അല്ല, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ എനിക്കത് ഫീൽ ചെയ്യും അവൾ സംസാരിക്കുമ്പോൾ. അപ്പം ഇത് ചെറിയൊരാൾക്കാരുടെ പ്രശ്നം മാത്രമല്ല, ഇത് വേൾഡ് വൈഡ് ഉള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഇതല്ലാണ്ട്, ഈ ലാംഗ്വേജിന്റെ പ്രശ്നം അല്ലാണ്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം ഈ അഞ്ജലി പറഞ്ഞതുപോലെ ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ചില കമ്പനീസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ എന്റെ കോളേജിലായിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാനെന്ന് ഞാനും വിചാരിക്കാറുണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് ആരും ഇത് പറഞ്ഞു തരാഞ്ഞത്, അന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആരും ഗൈഡ് ചെയ്യാനെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഈ LGBTQന്റെ പ്രൈഡിന്റെ ഒരു പരേഡ് ഉണ്ടായിരുന്നു JP മോർഗന്റെ. അപ്പൊ ഞാൻ അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് പോയ സമയത്ത് ആ പരേഡിൽ തന്നെ ഒരു കുട്ടി, നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചു. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നാട്ടിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു. അപ്പൊ ഞാൻ വെറുതെ അവളോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നേ, നീ ഏത് ടീമിലാണ് വർക്ക് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞത് അവള് ഇന്റേൺ ആന്ന് പറഞ്ഞു, ഇന്റേൺഷിപ്പിന് വന്നതാണ് 2 months എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഷീ മൈറ്റ് ഹാവ് സ്റ്റഡിങ് ഇൻ സം യൂണിവേഴ്സിറ്റി ഇൻ UK, അങ്ങനെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഞാൻ രാജഗിരി കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു, ഞാൻ കൊച്ചി രാജഗിരിയിലാണ് പഠിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്ക് അവിടെ നിന്ന് എങ്ങനെ ഇവിടെ ഇന്റേൺഷിപ്പ് കിട്ടിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു കോളേജ് വഴിയാണോ വന്നേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ലല്ല ഞാൻ കോളേജ് വഴിയല്ല വന്നത്, എന്റെ ബ്രദർ എന്റെ അടുത്ത് പറയുക ചെയ്തേ നീ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ട് ആ കുട്ടി അപ്ലൈ ചെയ്യുക ചെയ്തേ. അങ്ങനെ ഇവള് അപ്ലൈ ചെയ്തു. ആൾക്ക് ഇന്റേൺഷിപ്പിന് കോള് വന്നു, ഇവിടെ വന്നു, 2 months ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു, ജോബ് ഓഫർ കിട്ടി, തിരിച്ചുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ 2 months ഒക്കെ കോളേജിൽ ലീവ് എടുത്താ അത് ബാധിക്കില്ലേന്ന് ചോദിച്ചു. പഠിക്കണേന് അങ്ങനെ ലീവൊക്കെ തരുമോ നാട്ടില്? കാരണം ഞാൻ അങ്ങനെ അധികം ഫ്രീക്വന്റ് ആയിട്ട് നാട്ടിൽ പോകാറില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ എങ്ങനെ അവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നാട്ടില് പ്രശ്നം ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തോ ഒരു സെമസ്റ്റർ എന്തോ പറഞ്ഞു എന്റെ അടുത്ത്. പക്ഷെ എനിക്ക് അപ്രൂവൽ കിട്ടി, ഹെഡ് എനിക്ക് അപ്രൂവൽ തന്നു, അങ്ങനെ ഞാൻ വന്നേന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാം. അത് JP മോർഗൻ മാത്രമല്ല, പല കമ്പനികളിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ വെബ്സൈറ്റുകൾ നോക്കുക, കമ്പനികളുടെ ഈ ഫാങ് കമ്പനികളും പിന്നെ ഈ ആന്ത്രോപ്പിക്കും, അങ്ങനെ ഇപ്പൊ പുതിയ കുറെ ഈ ചാറ്റ് ഓപ്പൺ എയും അങ്ങനെയുള്ള കമ്പനികളുടെ എല്ലാം അവരുടെ കരിയർ സൈറ്റിൽ പോവുക, എന്നിട്ട് അവരുടെ കരിയർ അവിടെ നോക്കുക അവർക്ക് എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ. കാരണം കൂടുതലും ഈ JP മോർഗനിൽ ഇന്റേൺഷിപ്പിന് വരുന്ന ആൾക്കാര് 99.9% ആൾക്കാർക്ക് ജോബ് ഓഫർ കിട്ടാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളടുത്ത ഇന്റേൺ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം അങ്ങനെ എക്സ്പെക്ടേഷൻസ് അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറെയും ഇതെനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. ഇപ്പൊ JP മോർഗനിൽ ഇതുണ്ടെന്ന് എനിക്കറിയാം, എനിക്കറിയില്ല അതർ കമ്പനീസിനെ പറ്റി. പക്ഷെ ദർ വാസ് എ പ്രോഗ്രാം കോൾഡ് SEP. ഞാനിവിടെ പിങ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചാറ്റിൽ എങ്ങാനും ഇടാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ തീരും, ലൈക് ഹാർഡ് സ്റ്റോപ്പ് ആണ് അത് എന്തായാലും. അപ്പൊ താങ്ക്സ് വർഷ. ലൈക് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ടേക്ക് അവേ
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മള് ലൈക്ക് നമ്മൾ പറയുന്നത് മാത്രമല്ല റിസീവറിന്റെ കയ്യിലും എങ്ങനെ എത്തി നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല അത് എനിക്ക് തോന്നുന്നു മറ്റേ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വെച്ചിട്ട് ലൈക്ക് 2 തവണ വർഷ പറഞ്ഞു ലൈക്ക് C++ൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് കേട്ടില്ല. സോ ഐ ഗെസ് ലൈക്ക് എന്റെ മെയിൻ ടേക്ക് അവേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അസ് പക്ഷെ ഓൾസോ മറ്റേ സൈഡിൽ ആ ഒരു